ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വൈകുന്നേരം വിളക്ക് തൊഴാനായി വന്നത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പുഴാതി ശ്രീ പഴയപറമ്പത്ത് പുതിയ ഭഗവതി കാവിലാണ്. ചിറുമ്പ ഭഗവതിയുടെ മറ്റൊരു ഭാവമായാണ് പുതിയ ഭഗവതിയെ ഇവിടെ ആരാധിക്കുന്നത്. പുതിയ ഭഗവതിയുടെ ഐതിഹ്യം ഇങ്ങനെയാണ്. ദാരികൻ എന്ന അസുരൻ്റെ നിഗ്രഹത്തിന് ശേഷം നാട്ടിൽ വീണ്ടും ക്രൂരന്മാരായ അസുരന്മാർ ജനങ്ങളെ ദ്രോഹിക്കാൻ തുടങ്ങി. ഇവരെ നശിപ്പിക്കാനായി പരമശിവൻ തൻ്റെ തൃക്കണ്ണിൽ നിന്നും ഒരു ദേവിയെ സൃഷ്ടിച്ചു. അഗ്നിയിൽ നിന്നും പുതുതായി ജനിച്ച ദേവിയായതുകൊണ്ടാണ് പുതിയ ഭഗവതി എന്ന പേര് ലഭിച്ചത്. അഗ്നിയിൽ നിന്നും ഉയർന്നു വന്ന ദേവിക്ക് അതിശക്തമായ ദാഹവും വിശപ്പും അനുഭവപ്പെട്ടു. തൻ്റെ വിശപ്പും ദാഹവും അടക്കാൻ കൺമുന്നിൽ കണ്ട ജീവജാലങ്ങളെയെല്ലാം ഭക്ഷിക്കാൻ തുടങ്ങി. ഇത് കണ്ട് ഭയന്ന ദേവന്മാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. വിഷ്ണു ഭഗവാൻ ദേവിയുടെ കോപം ശാന്തമാക്കി. തുടർന്ന് ഭൂലോകത്ത് ഭക്തരെ സംരക്ഷിക്കാനും ദുഷ്ടരെ നിഗ്രഹിക്കാനുമായി ദേവി ഭൂമിയിലേക്ക് തിരിച്ചു. ഭൂമിയിലെത്തിയ ദേവി കോലത്ത് നാട്ടിലെ പല പ്രമുഖ തറവാടുകളിലും തൻ്റെ സാന്നിധ്യം അറിയിച്ചു. ഇത്തരത്തിൽ ദേവി വന്ന് കുടികൊണ്ട ക്ഷേത്രമാണ് പഴയപറമ്പത്ത് പുതിയ ഭഗവതി ക്ഷേത്രം എന്നാണ് ഐതിഹ്യം. നാട്ടിലെ പകർച്ചവ്യാധികൾ, വസൂരികൾ, മറ്റു ദുരിതങ്ങൾ എന്നിവയിൽ നിന്ന് ഭക്തരെ കാത്തുരക്ഷിക്കുന്ന അമ്മയായാണ് പുതിയ ഭഗവതിയെ ഇവിടെ ആരാധിക്കുന്നത്. അഗ്നിയിൽ നിന്നും ജനിച്ച ദേവിയായതുകൊണ്ട് തന്നെ പന്തം അലങ്കാരമായാണ് ദേവിയുടെ കോലം. ഈ കാവിലെ കളിയാട്ട മഹോത്സവം മലയാള മാസം മേടം 4 മുതൽ 6 വരെയാണ്. മണിയാണി സമുദായക്കാരുടെ കുലദേവതയായാണ് പുതിയ ഭഗവതി അമ്മ. ഇവിടെ കെട്ടിയാടാറുള്ള പ്രധാന തെയ്യങ്ങൾ പുതിയ ഭഗവതി, വീരാളി, വീരൻ, ഭദ്രകാളി, ഗുളികൻ, ഉച്ചിട്ടമ്മ, വിഷ്ണുമൂർത്തി, ഭൈരവൻ, പൂക്കുട്ടി ശാസ്തപ്പൻ എന്നിവയാണ്.